2004 ബൈബിൾ കോളേജിൽ നാട്ടിൽ പഠിക്കുമ്പോഴാണ് അനേക നേപ്പാളി വിദ്യാർത്ഥികൾ അവിടെ ദൈവവചനം പഠിക്കാൻ വന്നു. അങ്ങനെ നേപ്പാളിനെ കുറിച്ച് കേൾക്കുവാനും അറിയുവാനും നേപ്പാള് വിസിറ്റ് ചെയ്യുവാനും പല പ്രാവശ്യം നേപ്പാളിൽ കടന്നു വരുവാനും ഒക്കെ സാധിച്ചു. അങ്ങനെ 2006 സമ്മർ വെക്കേഷന് നേപ്പാളിൽ 2 മാസത്തേക്ക് മിനിസ്ട്രിക്ക് വേണ്ടി വന്നപ്പോഴാണ് വാസ്തവമായി നേപ്പാളിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അധികമായി അറിയുവാനും നേപ്പാളിലേക്ക് കർത്താവ് എന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാനും ഇടയായി തീർന്നു. ആ ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങി ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ എന്തോ ഹൃദയത്തിന്റെ ഉള്ളിൽ വലിയൊരു സന്തോഷവും കർത്താവ് ഈ ദേശത്തേക്ക് പ്രവർത്തനത്തിനായിട്ട് എന്നെ കണ്ടിരിക്കുന്നു എന്നുള്ളൊരു വലിയ തോന്നലും ആത്മവിശ്വാസവും എനിക്കുണ്ടായി. അങ്ങനെ അതിനുശേഷം വീണ്ടും നേപ്പാളി സ്റ്റുഡൻസിൻ്റെ കൂടെ അടുത്ത് ഇടപഴകുവാനും ഇവിടുത്തെ കൾച്ചർ പഠിക്കുവാനും നേപ്പാളിലെ ലാംഗ്വേജ് പഠിക്കുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു. എന്നാൽ 2009 കഴിയുമ്പോഴാണ് ബാംഗ്ലൂർ ആയിരിക്കുന്ന സമയത്താണ് നേപ്പാളിലേക്ക് കുടുംബമായിട്ട് വരുവാനൊരു പ്രത്യേക പ്രേരണ കർത്താവ് തരുന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബമായി, എൻ്റെ വൈഫ് ഏഞ്ചല, ഞങ്ങള് 3 കുഞ്ഞുങ്ങള് ലൂക്ക്, മാർക്ക്, കരുണ ഈ ദേശത്തേക്ക് ഞങ്ങൾ 2010 കഴിയുമ്പോൾ ഇവിടെ കടന്നു വരുവാനും അന്നു മുതൽ ഇവിടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനും കർത്താവ് സഹായിച്ചു. എൻ്റെ കൂടെ നാട്ടിൽ പഠിച്ച ഒരു പാസ്റ്റർ സോബിത് മകൻ, അദ്ദേഹത്തോടുകൂടി ചേർന്നാണ് ഞങ്ങൾ ഇവിടെ ഈ പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ ഞങ്ങളായിരിക്കുന്നത് നേപ്പാളിന്റെ മധ്യഭാഗമായ ചിത്തോൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങൾ 2011 ഇവിടെ വരുമ്പോൾ വളരെയധികം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. വിശേഷിച്ച് വ്യത്യസ്തമായ ഒരു കൾച്ചർ, വ്യത്യസ്തമായ പീപ്പിൾ ഗ്രൂപ്പ്, വ്യത്യസ്തമായ ഭാഷ, വ്യത്യസ്തമായ ഭക്ഷണ രീതികൾ, വ്യത്യസ്തമായ ആളുകൾ. എന്നാൽ അതിന്റെ നടുവിലെല്ലാം കർത്താവ് തന്ന ആ ഒരു ദർശനത്തിന്റെ വെളിച്ചത്തിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഇവിടെ വന്നതുകൊണ്ട് ഇവിടെ നിലനിൽക്കുവാനും ഇവിടെ ഉറപ്പിക്കുവാനും എല്ലാം കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ആദ്യമായിട്ട് വരുമ്പോൾ ആദ്യത്തെ 1-2 വർഷം ഞങ്ങൾ ബാംഗ്ലൂരിലായിരുന്നപ്പോൾ ഒരു മെക്കാനിക്കൽ ലൈഫ് സ്റ്റൈലായിരുന്നു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കോളേജിൽ പോകുന്നു, ജോലി ചെയ്യുന്നു, മടങ്ങി വരുന്നു, പഠിപ്പിക്കുന്നു, മടങ്ങി വരുന്നു. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, ആദ്യത്തെ 2 വർഷം ഭാഷ പഠിക്കണം, ഇവിടുത്തെ കൾച്ചർ മനസ്സിലാക്കണം. അങ്ങനെ പ്രത്യേകിച്ച് ആദ്യത്തെ 2 വർഷം ഒന്നും ചെയ്യുവാനില്ലായിരുന്നു. ശനിയാഴ്ച ആരാധനയിൽ ദൈവവചനം ശുശ്രൂഷിക്കുക എന്നതല്ലാതെ. എന്നാൽ ആദ്യത്തെ 2 വർഷം അനേക സ്നേഹിതരെ കർത്താവ് തന്നു. ഭാഷ പഠിക്കുവാൻ കർത്താവ് സഹായിച്ചു. അനേക മലകൾ സന്ദർശിക്കുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെയാണ് ഇവിടെ നേപ്പാളിൽ അർപ്പൺ എന്ന് പറയുന്ന ഈ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചത്. നേപ്പാളിന്റെ ജിയോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ നേപ്പാളിനെ 3 ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് പ്ലെയിൻ ലാൻഡ്, അത് തെറായി എന്ന് പറയും. 2 ഹിൽസ്, ചെറിയ കുന്നുകൾ. 3 മലകൾ, വലിയ മൗണ്ടൻസ്. അപ്പോൾ ഭൂരിഭാഗം നേപ്പാളിന്റെ സ്ഥലങ്ങളും മൗണ്ടൻസാണ്. ഞങ്ങളായിരിക്കുന്നിടത്തു നിന്ന് ഒരു 5 കിലോമീറ്റർ ഫർദർ നോർത്ത് പോയി കഴിഞ്ഞാൽ മലകൾ ആരംഭിക്കുക. അങ്ങനെ പല പ്രാവശ്യം മലകൾ കടന്നു പോകുവാനും അവിടുത്തെ പ്രവർത്തനങ്ങൾ, ചെറിയ പ്രവർത്തനങ്ങൾ കാണുവാനും, അനേക സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനും, അവിടെ വിശേഷിച്ച് ഈ മലകളിലൊന്നും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകത്തില്ല. അപ്പോൾ എഡ്യൂക്കേഷണൽ പ്രൊജക്റ്റുകൾ ആരംഭിക്കുവാനെല്ലാം കർത്താവ് സഹായിച്ചു. ഇന്ന് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ അത്ഭുതമാകും വണ്ണം കർത്താവ് അതിശയകരമായി ഞങ്ങളെ ഈ ദേശത്ത് ആക്കിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ ഞങ്ങളോടുകൂടി ചേർന്ന് 16 സഭകൾ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വർക്ക് ചെയ്യുന്നു. ഒരു മോണ്ടെസറി സ്കൂൾ ആരംഭിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഒരു 2 മാസത്തെ ഡിസൈപ്പിൾഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം എല്ലാ വർഷവും നടക്കുന്നു.
പിന്നെ ലേ ലീഡേഴ്സിന്റെ ചെറിയ ചെറിയ ട്രെയിനിങ്ങുകൾ നടക്കും. നേപ്പാളില് ക്രിസ്ത്യാനിറ്റിക്ക് വളരെ വെല്ലുവിളികൾ ഉള്ളൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. പ്രത്യേകിച്ച് ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ പെർസിക്യൂഷൻ ഇപ്പം ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്തീയ വിരോധികൾ വിവിധ സ്ഥലങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ, സഭാ ആരാധനാലയങ്ങൾക്കെതിരെ എല്ലാം പ്രയാസങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ചലഞ്ച് ഇപ്പം എന്ന് പറയുന്നത് തെറ്റായ പഠിപ്പിക്കലുകൾ, റോങ് ടീച്ചിങ്സ്, ഫോൾസ് ടീച്ചിങ്സ് വളരെയധികം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ വിശ്വാസികൾ എന്ന് പറയുന്നവരും പാസ്റ്റർമാരെന്ന് പറയുന്നവരും പലരും ഈ ഫോൾസ് ടീച്ചേഴ്സിന്റെ പുറകാലെ പോവുകയാണ്. അതിന്റെ ഒരു കാരണം പല പാസ്റ്റർമാർക്കും ആഴത്തിലുള്ള ദൈവവചന അറിവ് ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ പാസ്റ്റർമാർ തെറ്റിപ്പോകുന്നു, വിശ്വാസികൾ തെറ്റിപ്പോകും. അപ്പോൾ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു നീഡ് എന്ന് പറയുന്നത് ഡിസൈപ്പിൾഷിപ്പാണ്. ജനങ്ങളെ ശിഷ്യത്വത്തിലേക്ക് നടത്തുക, ആഴമായ ദൈവവചനം അവരെ പഠിപ്പിക്കുക, അതൊരു വലിയ ആവശ്യമായി വന്നിരിക്കുകയാണ്. എന്നാൽ ഇതിന്റെ മറു സൈഡ് എന്ന് പറയുന്നത് നേപ്പാൾ വളരെയധികം സാധ്യതകളുള്ളൊരു സ്ഥലമാണ് നേപ്പാൾ. ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ചർച്ച് എന്ന് പറയുന്നത് വേണമെങ്കിൽ നേപ്പാൾ എന്ന് പറയും. ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് ഇപ്പോഴും നേപ്പാളി ക്രിസ്ത്യൻസ് 0.2 അല്ലെങ്കിൽ 0.3% ഉള്ളൂ. എന്നാൽ വാസ്തവമായി പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ വളരെയധികം ക്രിസ്ത്യാനികൾ നേപ്പാളിലായി കഴിഞ്ഞു. 7 സോണുകളിലായിട്ട് 77 ഡിസ്ട്രിക്റ്റിലായിട്ട് മിക്ക എല്ലാ ഡിസ്ട്രിക്ട്സിലും തന്നെ എല്ലാ നഗരപാലികയിലും സഭകൾ ഇപ്പോൾ ആയി കഴിഞ്ഞിരിക്കുകയാണ്, എല്ലാ മുനിസിപ്പാലിറ്റിയിലും സഭകളും. അപ്പോൾ ക്രിസ്ത്യൻ പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വളരെ അധികം അവസരങ്ങൾ ഇപ്പോൾ നേപ്പാളിൽ നമുക്ക് കാണുവാൻ സാധിക്കും.